ഹായ് ഓൾ. എല്ലാവർക്കും ലിക്വിഡിറ്റി ട്രേഡർ അർജുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നാളത്തെ ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, നിഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കിന് നിഫ്റ്റി ഓവറോൾ എന്താണ് നമ്മുടെ 15 മിനിറ്റ്സ് നോക്കുമ്പോഴത്തേക്കിന് 15 മിനിറ്റ്സിൽ നമ്മൾ ഇന്നലെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ എന്താണ് ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു അനാലിസിസിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? ഓക്കെ, ആ ഒരു മാർക്കറ്റിൽ സംഭവിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു, ഈ ഒരു ഹൈ കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡിലോട്ട് പോകാം, പക്ഷേ അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കിയിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? ഈ ഏരിയയിലെല്ലാം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ എന്താണ് നേരെ മാർക്കറ്റിൽ ഡൗൺ സൈഡിലോട്ട് വന്നു. ഓക്കെ, എല്ലാത്തിൻ്റെയും ആ ഒരു പ്രീവിയസ് സ്വിംഗ് ലോയും പൊട്ടിച്ചുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, മാർക്കറ്റിൽ ബൈയിങ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല ഒരു സ്വിംഗ് ലോയിൽ നിന്നാണ്, അല്ലെങ്കിൽ നല്ല ഒരു ലോയിൽ നിന്നാണ്. അപ്പോൾ കറൻ്റ് നിൽക്കുന്ന ഒരു ലോയെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് എന്താണ്, ഒരു മാർക്കറ്റിൽ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ബൈയേഴ്സ് ആക്റ്റീവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ മാർക്കറ്റിലൊരു സ്ട്രെങ്ത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് എന്താണ് മാർക്കറ്റിൽ ഓപ്പൺ ആയേക്കുന്നത്. ഓക്കെ, അപ്പം നാളത്തെ ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നാളെ എന്താണ് നമ്മുടെ US മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും എല്ലാം നമ്മുടെ പോസിറ്റീവാണ്. അപ്പം നാളെ ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിങ്ങിനാണ് പോസിബിലിറ്റി കൂടുതൽ. പക്ഷേ നാളെ നമ്മൾ ഓപ്പണിങ് ചെയ്യുമ്പോഴത്തേക്കിനും ഓക്കെ, നമ്മളപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 അവർ ടൈം ഫ്രെയിമിലൊരു ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ഒരു അപ്സൈഡിലുള്ളൊരു ട്രെൻഡ് ലൈനാണ്. ഈ ഒരു അപ്സൈഡിലെ ട്രെൻഡ് ലൈന് മാർക്കറ്റിൽ എത്ര വട്ടമാണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്? ഇവിടുന്ന് വന്നു റിവേഴ്സായി. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ അടുത്തായിട്ട് വന്നു റിവേഴ്സായി, ട്രെൻഡ് ലൈൻ വന്ന് ടാപ്പ് ചെയ്തു റിവേഴ്സായി. ഓക്കെ, ഇനി അടുത്തത് മാർക്കറ്റിൽ എന്താണ് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സലിന് പോസിബിലിറ്റി വന്നിട്ട് ഇവിടുന്ന് അപ്സൈഡിലോട്ടാണോ മാർക്കറ്റ് പോകുന്നതെന്ന് നമുക്ക് എന്തായാലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഒരു അപ്പ് ട്രെൻഡിലോട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹൈയിലോട്ട് തന്നെ മാർക്കറ്റ് പോവില്ല. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് നാളെ ഓപ്പൺ ആയിട്ട് പിന്നെയും ഈ ഒരു രീതിയിൽ ഒരിക്കലും മാർക്കറ്റ് പോവില്ല. കാരണം മാർക്കറ്റിന് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു അപ്പ് ട്രെൻഡിലോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് അപ്പ് ട്രെൻഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇത്. അല്ലാതെ ഓവറോൾ നല്ലൊരു ഹൈ ബുള്ളിഷ്നെസ് ഒന്നും അല്ല ഞാൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബുള്ളിഷ്നെസ് ഞാൻ ഇപ്പോൾ എന്താണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ 15 മിനിറ്റ്സിലല്ലേ 1 അവറിൽ തന്നിട്ടുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഓവറോൾ ഞാൻ ട്രേഡ് നോക്കുന്നത് ബുള്ളിഷ് ട്രേഡിലോട്ട് നമുക്ക് ട്രേഡിൽ എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റിൽ നാളത്തെ ഒരു അനാലിസിസ് എന്താണ്, അപ്പം ഈ ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ മെയിൻലി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ ഓവറോൾ ബുള്ളിഷാന്ന് പറയാം. 24,500 എന്ന് പറയുന്ന ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓവറോൾ ബുള്ളിഷാന്ന് പറയാം. ബ്രേക്ക് ചെയ്താൽ മാത്രം പോരാ, ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കാര്യങ്ങളൊക്കെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് മാർക്കറ്റിലേക്ക് നോക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 15 മിനിറ്റ്സിൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവൽസ് ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽസ് കാര്യങ്ങൾ ഞാൻ എന്തായാലും മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽസ് കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ലെവൽസിൽ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ ഞാൻ ട്രേഡ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വരുമ്പോഴത്തേക്കിന് ഇൻ കേസ് ഇപ്പം നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അഫ്കോഴ്സ് ഒരു അപ്പ് സൈഡ് ട്രേഡ് ആയിരിക്കും എടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ബയാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു CE ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഞാൻ എന്താണ് ഒരു അപ്പ് സൈഡിലോട്ട് ഒരു ട്രേഡും കാര്യങ്ങളും ഒക്കെ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വരുന്ന മേജർ ലെവൽസ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഒരു വി ഷേപ്പ് റിക്കവറി പോലെയാണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, ഒരു വി ഷേപ്പ് റിക്കവറി പോലെയാണ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. നമ്മൾ ആ പറഞ്ഞ ആ സെയിം ലെവൽസ് കാര്യങ്ങൾ എന്താണ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ലോ ബ്രേക്ക് ചെയ്ത് പിന്നെയാണ് ആ ഒരു ഹൈ ബ്രേക്ക് കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തത്. അപ്പോൾ എന്താണ് വളരെ ഒരു നല്ല ഒരു ട്രെൻഡ് കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ ഞാൻ മാർക്കറ്റിൽ
ഓക്കെ, മാർക്കറ്റിൽ നമ്മൾ 15 മിനിറ്റ്സ് നോക്കി കഴിയുമ്പോഴത്തേക്കിന് കാണുന്നത് എന്താണ്? ഓക്കെ, ഈ ഒരു ഹൈ കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു ഹൈയിൽ മാർക്കറ്റ് കുറേ വട്ടം, ഓക്കെ, ഈ ഒരു ഹൈ കാര്യങ്ങളെല്ലാം എന്താണ്? ഒരു ലിക്വിഡിറ്റി ലെവലാണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ കാര്യങ്ങളെല്ലാം മാർക്കറ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ആ ഒരു ലെവലിലെ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ഞാനപ്പം ഈ ഒരു ലെവൽ കാര്യങ്ങളും എടുക്കുന്നത്, ഈ ഒരു ലെവലിൽ കാര്യങ്ങളും ട്രേഡും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് ഞാൻ പറഞ്ഞു തന്നത്, ഓക്കെ, നാളത്തെ ഒരു 23,800 എന്ന് പറയുന്ന ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. 23,661 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. പിന്നെ എത്രയാണ്? 23,447. അപ്പോൾ ഇത്രയും ലെവൽസാണ് ഞാൻ നാളത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിഫ്റ്റിയിൽ നോക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ്? ഈ ഒരു ലെവൽ എത്രയാണ്? 51,364. ഓക്കെ, ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ താഴത്തെ ലെവൽ എന്ന് പറയുന്നത് 5800, 894 എന്ന് പറയുന്നത് ലെവൽ. പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 5608. അപ്പോൾ ഈ ഒരു 3 ലെവൽസാണ് ഞാൻ നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഞാൻ IT സെക്ടറിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. IT സെക്ടറിൽ, ഓക്കെ, IT സെക്ടറിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IT സെക്ടറിൽ ഈ ഒരു ലെവൽ എന്താണ്? നല്ല സ്ട്രോങ് ബുള്ളിഷാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഹൈയും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു ഹൈയും കൂടെ IT സെക്ടറിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡിലോട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, റിലയൻസിൻ്റെ ഇത് 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഓക്കെ, 15 മിനിറ്റ്സ് ചാർട്ട്. ഓക്കെ, 15 മിനിറ്റ്സിൽ ഈ ഒരു ലെവൽ, അതായത് 1281 എബോവ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഞാൻ എന്താണ്? ഒരു അപ്സൈഡിൽ, റിലയൻസിൽ ഒരു അപ്സൈഡ് തന്നെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ HDFC ബാങ്കിലാണ്. HDFC ബാങ്ക്, ഓക്കെ, HDFC ബാങ്കിൽ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമാണിത്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ലൈനിൽ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീസാണ് കാര്യങ്ങൾ. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈന് മാർക്കറ്റിൽ എത്രയാണ്? 2022 മുതൽ എത്രയാണ്? 2022 അല്ല, എത്രയാണ്? 2021 മുതൽ മാർക്കറ്റിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രൈസ് റേഞ്ചാണ് HDFC ബാങ്ക് തന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് നിയർലി എത്ര വർഷമാണ്? ഒരു 3 to 4 ഇയേഴ്സോളം ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് HDFC ബാങ്കിൻ്റെ മൊമെൻറ്റം. അതായത് 1800 to 1200 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു ലെവലിൽ ഏത് സൈഡിലോട്ടാണ് HDFC ബാങ്ക് ബ്രേക്കൗട്ട് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ ഹൈലോട്ടാണ് 1800 എബോവ് നല്ലൊരു സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു എബോവ് ക്ലോസിങ് നടത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡ് റാലി പ്രതീക്ഷിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ IT സെക്ടറിൽ ആ ഒരു ഹൈ കട്ട് ചെയ്യുവാണെങ്കിലും, പിന്നെ നമ്മുടെ റിലയൻസിൽ ഒരു ഹൈ കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു നിഫ്റ്റി ഒരു അപ്സൈഡ് റാലി പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ മെയിൻലി ഈ ഒരു HDFC ബാങ്ക്, റിലയൻസ് കാര്യങ്ങളെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ബാങ്കിങ് സെക്ടറിൻ്റെ നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളെല്ലാം ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഓപ്ഷൻ ബൈ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.